മക്കളെ, കീം 2025 എക്സാമിനേഷൻ ഡേറ്റ്സ് പബ്ലിഷ് ചെയ്തു. അപ്പോൾ കുറച്ച് പേരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് അറിയാത്ത കീം എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കീം 2025 എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള 2025-26 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻസിന് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷനാണ് കീം 2025 എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ്റെ ഡേറ്റ്സ് നമുക്ക് ഏകദേശം ഒരു കണക്കുകളൊക്കെ നമുക്ക് പ്രോസ്പെക്ടസിൽ ഉണ്ടായിരുന്നു. പക്ഷേ കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ഇതായി ഇപ്പോൾ പബ്ലിഷ് ആയിരിക്കുകയാണ്. അപ്പോൾ ഫാർമസി കോഴ്സ് ആണെങ്കിലും എഞ്ചിനീയറിംഗ് കോഴ്സ് ആണെങ്കിലും ഏതൊക്കെ ദിവസങ്ങളിലാണ് എക്സാംസ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ കീം എക്സാം ആണെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൻറ്റേഴ്സിൽ വെച്ച് ത്രൂ ഔട്ട് നമ്മുടെ കേരളയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഡേറ്റ്സും നിങ്ങൾക്ക് പല ഷിഫ്റ്റുകളിലായിരിക്കും എന്ത് വരുന്നുണ്ടാവുക, നമ്മുടെ എക്സാംസ് വരുന്നുണ്ടാവുക. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരുന്ന സമയത്ത് ഏത് ദിവസമാണ് നിങ്ങൾക്ക് എക്സാം വരുന്നത് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും. സോ നമുക്കൊന്ന് നോക്കാം ഏതൊക്കെ ഡേറ്റ്സ് ആണ് എക്സാം എന്നുള്ളത്, അല്ലേ? അപ്പോൾ ഇതാണ് നമ്മളുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളുടെ എക്സാം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള വെന്യൂസിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെഷൻസ് ആയിട്ടാണ് എക്സാംസ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ എഞ്ചിനീയറിംഗ് ആണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ 23-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ 24 എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 23 ഏപ്രിൽ 23-നും 25 മുതൽ 28-ാം തീയതി വരെയുമാണ് നമ്മുടെ സെഷൻസ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏപ്രിൽ 23-ന് നമുക്ക് സെഷൻസ് എക്സാം ഉണ്ടാവും. അത് കഴിഞ്ഞ് 24-ന് കാണിക്കുന്നില്ല, 25 തൊട്ട് പിന്നെ 28 വരെ. അപ്പോൾ 25, 26, 27, 28 ഈ 5 ദിവസങ്ങളിലായിട്ടാണ് നമ്മളുടെ കീം എഞ്ചിനീയറിംഗ് വിഭാഗക്കാർക്കുള്ള എക്സാമിനേഷൻസ് നടക്കുന്നത്. ആൻഡ് എക്സാം 2 മണി മുതൽ 5 മണി വരെ ആയിരിക്കും എന്ന് കറക്റ്റായിട്ട് നമ്മളുടെ ടൈം തന്നിട്ടുണ്ട്. ഇനി ഫാർമസി നോക്കുകയാണെങ്കിൽ 24-ാം തീയതിയാണ് എക്സാം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ 24-ാം തീയതി കീമിൻ്റെ എഞ്ചിനീയറിംഗ് സെഷന് എക്സാം ഇല്ലാത്തത് കേട്ടോ. അപ്പോൾ 24-ന് ഫാർമസി എക്സാംസ് ആണ് നടക്കുന്നത്. 11:30 മുതൽ 1 മണി വരെയാണ് ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത്. 3:30 തൊട്ട് 5 മണി വരെയാണ് സെഷൻ 2 എന്ന് പറയുന്നത്. ഇനി അടുത്തതിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 29-ാം തീയതിയും നിങ്ങൾക്ക് എക്സാം വരുന്നുണ്ട്. 3:30 തൊട്ട് 5 മണി വരെയുള്ള സെഷനിലാണ് നമുക്ക് ഫാർമസി എക്സാമുകൾ ഉള്ളത്. അപ്പോൾ ഫാർമസി എക്സാംസ് 24, 29 ദിവസങ്ങളിലായിട്ടാണ് നടക്കുന്നത്. എപ്പോഴും മനസ്സിലാക്കുക, നമ്മളുടെ സെഷൻ 2 മണി മുതൽ 3:30 മുതലൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾ മിനിമം ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങളുടെ എക്സാം സെൻറ്ററിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും ശ്രമിക്കണം. സോ ആ ഒരു ദിവസം നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ ഏത് ദിവസമാണ്, എവിടെയാണ് എക്സാം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ഏപ്രിൽ 10 ആവുന്നതിനുള്ളിൽ അഡ്മിറ്റ് കാർഡ്സ് ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ ഒഫീഷ്യൽ നമ്മുടെ വെബ്സൈറ്റ്സിൽ അഡ്മിറ്റ് കാർഡ് വന്നിട്ടില്ല. അപ്പം എന്തായാലും ഉറപ്പായിട്ടും ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് നമ്മൾ അഡ്മിറ്റ് കാർഡ്സ് വരാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ അഡ്മിറ്റ് കാർഡ്സ് വരുന്ന സമയത്ത് നമ്മൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ പോവുക. അതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതേപോലെ തന്നെ പാസ്വേഡും കാര്യങ്ങളും ഒക്കെ അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് അഡ്മിറ്റ് കാർഡ്സ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അഡ്മിറ്റ് കാർഡ്സ് പബ്ലിഷ് ചെയ്താൽ ഉറപ്പായിട്ടും ഉടനെ തന്നെ നിങ്ങൾ അറിയിക്കാൻ വേണ്ടി നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ടാവും. എങ്ങനെയാണ് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റി ഒന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങളുടെ എക്സാം ഡേറ്റുകൾ ഒഫീഷ്യലി വന്നു കഴിഞ്ഞു. അതിനുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക, നല്ല ഹാർഡ് വർക്ക് ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങളിൽ രാവും പകലും ഇല്ലാതെ നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. നമ്മൾക്ക് ഗിയർ മാറ്റി കുറച്ച് ഫാസ്റ്റ് മോഡിലേക്ക് വരേണ്ട സമയം അടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നന്നായിട്ട് പരിശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് ക്രാഷ് ബാച്ചിൻ്റെ സെക്കൻഡ് ബാച്ച് ഓൾറെഡി ഇപ്പോൾ ലോഞ്ച് ചെയ്ത കാര്യം ഇന്നലെയാണ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും മടിക്കാതെ ജോയിൻ ചെയ്യുക. ആൻഡ് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാതിരിക്കുക, ഉഴപ്പി നടക്കാതിരിക്കുക എന്നാണ് മിസ്സിന് പറയാനുള്ളത്. നിങ്ങളുടെ ഡ്രീം ആയിട്ടുള്ള കോളേജിൽ നിങ്ങളുടെ ഡ്രീം സ്ട്രീം തന്നെ കിട്ടട്ടെ എന്ന് മിസ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പം എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.